പരീക്ഷയെക്കുറിച്ച് 3 ഘട്ടമാണ്. വലിയ സംഭവമാക്കി എടുക്കാനൊന്നുമില്ല. ഒന്ന് പരീക്ഷ എഴുതുന്നതിന് മുമ്പുള്ള ഘട്ടം, ഒന്ന് പരീക്ഷയുടെ സമയത്തുള്ള ഘട്ടം, പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ളൊരു ഘട്ടം. വളരെ സിമ്പിളായിട്ട് വേർതിരിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ 3 ഘട്ടങ്ങളിൽ നമ്മൾ തയ്യാറാകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് പ്രത്യേകം പറയാ, എന്നിട്ട് നമ്മൾ പരീക്ഷ ഹാളിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പരീക്ഷ തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് പഠിക്കുക എന്നുള്ള ഇനി പോസിബിൾ അല്ല. നിങ്ങൾക്ക് ഇനി അടുത്ത SSLC എക്സാമിന് എത്ര ടൈമുണ്ട്? ഏകദേശം എത്ര ദിവസം ഉണ്ട്? 28 ദിവസം പറയാം. ഇന്നത്തെ കൂട്ടുകയാണെങ്കിലേ +2 എത്ര ദിവസം ഉണ്ടാവും? +2 എത്ര ദിവസം ഉണ്ട്? 20 അല്ലേ? SSLC +2 ഇത് രണ്ടാലും നമ്മളെ വലിയ ടാസ്ക് ആയിട്ട് കിടക്കുന്നൊരു സംഭവമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലയിടത്തും ക്ലാസ് എടുത്ത് ഒരുപാട് ടീം പരീക്ഷയ്ക്ക് തോൽക്കുമെന്ന് കരുതിയ +2 വരെ തോൽക്കുമെന്ന് കരുതിയ ഒരുപാട് ആളുകളെ ഇംഗ്ലീഷിൻ്റെ വിഷയത്തിലൊക്കെ ജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതുന്ന അത്ര വിഷയങ്ങളെ അല്ലത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനുണ്ട്. 27 ദിവസമുണ്ട്, 20 ദിവസമുണ്ട്. ഈ ദിവസത്തിൽ എങ്ങനെ പഠിക്കും എന്നുള്ള അപ്പം പലരും ചിന്തിക്കണേ. ഒരുപാട് വായിച്ചുണ്ടാക്കലൊന്നും ഇനി സാധിച്ചോളന്നില്ല. ഇനി അങ്ങനെ വായിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. ഇനി അങ്ങനെ വായിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ പറയാം. പിന്നെ ഒന്നും നോക്കാതെ വളരെ പെട്ടെന്ന് മാർക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് ടെക്നിക്ക് ഉണ്ട്, അതെങ്ങനെയാണെന്നും പറയാം. പിന്നെ പരീക്ഷ എഴുതുമ്പോൾ കുറച്ച് ടെക്നിക്ക് ഉണ്ട്, അതെങ്ങനെയാണെന്നും പറയാം. ആ രൂപത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ ഇതിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയാൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിന് പല ടെക്നിക്ക് ഉണ്ട്. 100% നിങ്ങൾ വിജയിച്ചിരിക്കുമെന്നത് ഉറപ്പാണ്. 100% മാർക്ക് ഉണ്ടാക്കാൻ വേറെ കുറേ ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്വീകരിക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരീക്ഷയുടെ മുമ്പുള്ള കുറച്ച് ഘട്ടമാണ്. അതിലൊന്ന് എന്താണ്, എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. പലരും ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ഒരു വലിയ ചാപ്റ്ററൊക്കെ ഇനി വായിച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായി കരുതുന്നവരുണ്ടോ? ചിലപ്പോൾ ഇംഗ്ലീഷൊന്നും എല്ലാം വായിച്ചാൽ മനസ്സിലാവാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അറബി വായിച്ചാൽ മനസ്സിലാവാത്ത ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ ഒരു മോഡേൺ യുഗത്തിൽ ഒരുപാട് ടെക്നോളജി വന്നിട്ടുണ്ട്, നമ്മൾ പലരും അത് അറിയുന്നില്ല. ഇപ്പൊ AI ഉപയോഗിച്ചുകൊണ്ട് എത്ര പേര് ഇവിടെ പഠിക്കുന്നുണ്ട്? AI എത്ര പേര് പഠനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്? 0 അല്ലേ? എത്ര പേര് AI കുറിച്ച് അറിയാം? AI കേട്ടിട്ടോ? AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധിയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞെടുത്താൽ സ്വയം ചിന്തിച്ച് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. അത് നിങ്ങളിതുവരെ കേട്ടിട്ട് പോലും ഇല്ല അറിയുമ്പോഴാണ് നമ്മൾ എത്രത്തോളം പിന്നിലാന്ന് മനസ്സിലാവേണ്ടത്. പക്ഷെ ഒന്നും പേടിക്കാല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് എന്ത് പഠിക്കണം എന്നുള്ള വിഷയത്തിൽ ഞാൻ പറയണത്, നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയമായിട്ട് പഠിക്കാം. ആദ്യം നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയങ്ങൾ പഠിച്ചിങ്ങനെ വരിക. ഇപ്പം ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് 20 ദിവസമുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് വായിച്ച് തീർക്കാനുള്ള പാഠങ്ങൾ പെട്ടെന്ന് നോക്കി പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, അത് എഴുതി വെക്കുകയാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രത്യേക ഒരു മാർക്കർ ഇട്ട് പേജിൽ അടയാളപ്പെടുത്തി പോവുകയാണെങ്കിൽ അങ്ങനെ. ആ രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം ചില ആളുകൾ വിചാരിക്കും വലിയ ചാപ്റ്ററാണ്, ഒരു 30-20 പേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 12 ഒരു 2-3 പേജിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഇത് മൊത്തം എങ്ങനെ വായിച്ച് തീർക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പേടിക്കാല്ല. പ്ലേ സ്റ്റോറിൽ പോയാൽ ChatGPT എന്ന് പറയുന്ന ആപ്പുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിലാണ് എല്ലാം കിട്ടേണ്ടതെങ്കിൽ ജെമിനി എന്ന് പറയുന്ന ആപ്പുണ്ട്. ജെമിനി എന്താണ് പേര്? അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ മെയിൽ അക്കൗണ്ട് വെച്ച് ഓപ്പൺ ആക്കുക. അതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ. നിങ്ങൾ പറയുന്ന ചാപ്റ്ററിലെ പേജ് നേരെ ഫോട്ടോ എടുക്കുക, ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ, എന്നിട്ട് ചോദിച്ചാൽ മതി ഇതിൽ പറയുന്നത് എനിക്ക് മലയാളത്തിൽ വളരെ സിമ്പിളായി വ്യക്തമായി പറഞ്ഞു തരുവച്ചാൽ നല്ല ഉഷാറായിട്ട് അവതരിപ്പിച്ചു. ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന 3 പേര് അതിൽ കുറച്ച് മോഡേൺ വിഷയങ്ങൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടിയപ്പോൾ, അവർ പഠിപ്പിച്ചു തരാൻ അധ്യാപകർ കിട്ടാതെയും വളരെ ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് ഈ ജെമിനി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ. മാഷാ അല്ലാഹ്, ആ പരീക്ഷയ്ക്ക് മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചു. തോൽക്കുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ വരെ ജയിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചുകൊണ്ട് സ്വയം ചാപ്റ്റർ വൈസ് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി പാഠങ്ങൾ അറബി ഇംഗ്ലീഷുള്ളത് അത് മുഴുവൻ വായിച്ചുണ്ടാക്കാൻ പേടിക്കണ്ട. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എഴുതിയത് കൊടുത്തത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കുക, എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ല, ഒന്നുകൂടി സിമ്പിളാക്കി തരുമോ? അതിലേറെ സിമ്പിളാക്കി തരും. എനിക്ക് ഇങ്ങനെ പഠിച്ചിട്ട് മനസ്സിലായില്ല, ഇതിലേറെ സിമ്പിളായിട്ട് കഥ രൂപത്തിൽ അങ്ങനെ വിവരിച്ചിരും. കഥ രൂപത്തിലാണോ വേണ്ടത്, അങ്ങനെ വിവരിച്ചിരും. അപ്പോൾ ഇത്രയും മോഡേണായി സൗകര്യങ്ങളുണ്ട്, അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടി തയ്യാറാവുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ്
നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കാം, പോയിന്റുകൾ ഇട്ട് പോകാം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി അങ്ങനെ പാഠം വായിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ജെമിനിയിൽ പോലുള്ള ആപ്പുകളിൽ ഇട്ടിട്ട് ഷോർട്ടായിട്ട് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ടെക്നിക്ക് ഉണ്ട്, അത് ഉപയോഗിച്ച് പഠിക്കാം. പിന്നെ യൂട്യൂബിൽ വീഡിയോസ് ഒരുപാടുണ്ട്, പക്ഷേ വീഡിയോസ് കാണുമ്പോഴുള്ള വിഷയം അത് കേട്ടുകൊണ്ടേ ഇരിക്കണം. എവിടെ വിട്ടുപോകണം നമുക്കറിയില്ല. നമുക്കത് വിട്ടുപോയാലും നമുക്ക് പഠിക്കാനും കേൾക്കാനും ഒരുപാട് സമയമുണ്ടോ? വീഡിയോ കേൾക്കാൻ സമയമുണ്ടോ? അതേ സമയത്ത് ജെമിനിയിലാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് പ്രധാനപ്പെട്ട പോയിന്റുകൾ എനിക്ക് പ്രത്യേകം എടുത്തു തരുവച്ചാൽ അങ്ങനെ എടുത്തു തരും. ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യും, എടുത്തു തരും. പിന്നെന്താ പേടിക്കാള്? അടുത്ത ഭാഗം ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാഠങ്ങൾ വായിക്കാനുള്ള ഒരു സൗകര്യം കിട്ടി അല്ലേ. ഇനി പഠിക്കുമ്പോൾ കുറച്ച് ടെക്നിക്ക് ഉപയോഗിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചിലത് വായിക്കുമ്പോൾ ഡേറ്റുകൾ ഓർക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുപോലെ ഹിസ്റ്ററികൾ ഓർമ്മയിൽ നിൽക്കാത്ത ആളുകൾ ഉണ്ടാവും. അതുപോലെ വ്യക്തികളെ പേര് ഓർമ്മയിൽ നിൽക്കാത്ത ആളുകൾ ഉണ്ടാവും. ഉണ്ടാവാറുണ്ടോ? ഉണ്ടല്ലോ. എന്തെല്ലാം ചെയ്യാൻ പറ്റും? എനിക്കറിയുന്ന കുറച്ച് ടെക്നിക്ക് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പറയാം കേട്ടോ. പറയട്ടെ? പുയ, വെള്ളം, തെങ്ങ്, തേങ്ങ, പിന്നെ കര, തോണി, വീട്, എന്തൊക്കെയൊന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞ സാധനങ്ങൾ: പുയ, വെള്ളം, തെങ്ങ്, തേങ്ങ, കര, തോണി, വീട്. ഒന്നുകൂടി സിമ്പിളാക്കി പറഞ്ഞിട്ട് ഇത് ഓർത്തൊക്കെ ഐഡിയ പറഞ്ഞിട്ട്. ഇപ്പം ഞാനിതൊരു ഓർഡറിൽ ഉണ്ടാക്കിയിട്ടല്ല, പക്ഷെ ഞാനിതൊരു ഓർഡർ ആക്കി തരാണ്. നിങ്ങൾക്ക് ഓർഡറിൽ പഠിക്കാൻ ഇങ്ങനെ പല ടെക്നിക്ക് ഉപയോഗിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു. തേങ്ങ എങ്ങോട്ട് വീഴുന്നു? പുഴയിലോട്ട് വീഴുന്നു. പുഴയിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. ആ വെള്ളത്തിലാണ് വീണത്. വെള്ളത്തിൽ വീണത് ഇങ്ങനെ പോയി ഒരു തോണിയിൽ തട്ടുന്നു. തോണിയിൽ തട്ടി ആ തോണി എന്ത് ചെയ്യുന്നു? കരയിൽ അടയുന്നു. ആ കരയ്ക്ക് കരയിൻ്റെ അടുത്ത് എന്തുണ്ട്? ഒരു വീടുണ്ട്. ഒരു ചിത്രം വരച്ചു നോക്കി. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഏതൊക്കെയല്ലേ? തെങ്ങ്, തേങ്ങ, പുഴ, വെള്ളം, തോണി, കര. ഇത്രയേ ഉള്ളൂ. ഒരു കഥയാണ് നമ്മൾ മൈൻഡിലേക്ക് വരുന്നത്. ഓക്കെ ആണോ? അടുത്തത് പേരുകൾ ഓർമ്മയിൽ നിൽക്കാത്ത വിഷയങ്ങൾ ഉണ്ടാവാം അല്ലേ. പേരെന്ത് ചെയ്യുക? ഷോർട്ടാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഗാന്ധിജി, അതുപോലെ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഇവരെല്ലാവരും കൂടിയ ഒരു സമരം, ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം തന്നെ കുട്ടികൾ, നമുക്ക് അതിൽ ആളുകൾ പേര് കിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാ? അപ്പൊ ഇതെന്ത് ചെയ്യാ? ഷോർട്ടാക്കി പഠിക്കാം. ഗാന്ധിജി നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? ഗാന്ധിന്റെ എല്ലാത്തിനും തുടക്കത്തെ പേര് മാത്രം എടുക്കുക, 2 അക്ഷരം എടുക്കുക. അപ്പൊ എങ്ങനെ ആയിരിക്കും? ഗാന്ധി, നെഹു, സുബു. ഗാന്ധി, നെഹു, സുബു. ഗാന്ധി, നെഹു, സുബു പഠിച്ചാൽ മതി. അപ്പൊ എന്തായി? ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഗാന്ധി, നെഹു, സുബു, ഗാന്ധി, നെഹു, സുബു, ഗാന്ധി, നെഹു, സുബു. ഞാൻ ചോദിച്ചു, ആരൊക്കെ പങ്കെടുത്ത്? ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഷോർട്ടായി പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ ചാപ്റ്ററുകളിൽ വലിയ വലിയ ഹിസ്റ്ററി എഴുതിയ അല്ലെങ്കിൽ വലിയ പ്രധാനപ്പെട്ട വ്യക്തികളെ പേരുകൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ ഇത് ഓർമ്മയിൽ നിൽക്കൂലെങ്കിൽ ഇന്ന് ആ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു ചരിത്രം എന്താണോ ഓർത്ത് വെക്കുക, അതിൻ്റെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്യാനുള്ള പേരുകൾ ഒന്നായിട്ട് ഒരൊറ്റ ഷോർട്ടാക്കിയിട്ട് ഒരൊറ്റ ഹെഡിങ്ങിലേക്ക് ആഡ് ചെയ്ത് ഒരൊറ്റ ഇതായിട്ട് കൊടുത്താൽ നിങ്ങളത് സിമ്പിളായിട്ട് പഠിക്കും. 100% ഉറപ്പാണ്. എന്താ പേടിക്കാള്? 100% ഉറപ്പാണ്. ചരിത്രം പഠിച്ചിരിക്കും. ഇതേപോലെ നമ്മൾ H2O മറ്റുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പാട്ടായിട്ട് പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൊണ്ടുപോകാന്നുള്ള. ഏത് ചാപ്റ്റർ ആയാലും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടുപോയാലേ അത് മൈൻഡ് നിൽക്കുള്ളൂ. അല്ലാതെ മറ്റാർക്കോ വേണ്ടി പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും മനസ്സ് നിൽക്കില്ല. ഇനി ഡേറ്റുകൾ ഓർമ്മയിൽ നിൽക്കാത്ത ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. ഡേറ്റ് ഓഫ് അല്ലേ, ഒരുപാട് ചരിത്രങ്ങൾ ഡേറ്റുകൾ മനസ്സിൽ നിൽക്കാത്ത ആളുകളുണ്ടാവും. എന്നാൽ എൻ്റെ മനസ്സിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാ 1947 ഓഗസ്റ്റ് 15. പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയോ? 1948 47 ഓഗസ്റ്റ് 14. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് കണക്റ്റ് ആകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിക്കുക എന്നുള്ള. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 1993 ഒരാൾ ജനിച്ചു കിട്ടുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വർഷം കീച്ചാൽ 1992 ആഗോളവൽക്കരണം വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണം. അതോ സ്വകാര്യവൽക്കരണം? ഏത് വൽക്കരണം വന്നേ? ആഗോളവൽക്കരണം അല്ലേ? മൻമോഹൻ സിംഗ് കൊണ്ടുവന്നേ അല്ലേ? അങ്ങനെ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ
നിങ്ങളെ മനസ്സിൽ ഒരിക്കലും മായാത്തൊരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ് എന്ത് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങളെ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ മറ്റുള്ള ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, നിങ്ങൾ സീരിയസ് എടുക്കല്ലേ. അപ്പോൾ അതല്ലെങ്കിൽ മറ്റു പലതും ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഡേറ്റുകൾ ഓർമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ, വർഷം ഓർമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വർഷത്തിലേക്ക് എന്ത് ചെയ്യുക, 5 വർഷം കൂട്ടിയാൽ ഇന്ന പ്രോഗ്രാമാണ്, ഇന്ന പദ്ധതിയാണ്, അല്ലെങ്കിൽ ഇന്ന ചരിത്രമാണ് നടന്നത്, അല്ലെങ്കിൽ 10 വർഷം കീഴിച്ചാൽ ഇന്ന സംഭവമാണ് നടന്നത്. അങ്ങനെ നമ്മൾ മനസ്സിൽ നിൽക്കുന്ന ഡേറ്റുകളുമായി കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പാണ് അത് ഡേറ്റ് മനസ്സിൽ മായൂല. പരീക്ഷ വരെ എന്തായാലും മാറിയില്ല. കാരണം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി പഠിക്കണം. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ മറക്കും, ഉറപ്പാണ്. നിങ്ങൾ അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച ഒരുപാട് കാര്യമുണ്ട്. നിങ്ങൾ മനസ്സിൽ എത്ര പേരുടെ മനസ്സിലായിട്ടുണ്ട്? നിങ്ങളെ വ്യക്തി ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരു കാര്യം പഠിച്ചത് നിങ്ങൾ മനസ്സിൽ ഇപ്പോഴും ആയാത്തുണ്ടാവും. ഉണ്ട്. വിഷ്വലൈസേഷന് ഭയങ്കര പവറാണ്. അപ്പം എന്ത് ചെയ്യുക, അത് മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ചരിത്രം പറയുമ്പോൾ ആ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുക. അപ്പോൾ ടിപ്പു സുൽത്താനെ പറയുമ്പോൾ ഞാൻ ടിപ്പു സുൽത്താനാണ്, നമ്മൾ വാളെടുത്ത് ഇറങ്ങണം, നമ്മൾ യുദ്ധം ചെയ്യണം, അതിൽ എനിക്ക് വെട്ടിട്ടിന്. അപ്പോൾ ഒരു കാലിൽ വെട്ടിട്ടെന്ന് അതിൽ പറയുമ്പോൾ നമ്മളെ കാലിനെ വെട്ടിട്ട് ആലോചിക്കുകയാണ്. ആ ഒരു വിഷ്വലൈസേഷൻ എന്ത് ചെയ്യും, നല്ല പവറാണ്. ആ കഥ നമ്മളെ മനസ്സിൽ നിന്ന് മായൂല. ഒരു വ്യക്തിയായിട്ട് നമ്മളെ സ്വീകരിക്കുകയാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജി നടന്നൊരു സംഭവം അല്ലേ, ആ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി നടക്കുന്നത് നമ്മളെ സങ്കല്പിക്കുക. എന്നിട്ട് കൊൽക്കത്തയിലൂടെ കേരളത്തിലൂടെ എവിടെയൊക്കെ നടന്നു വെച്ചാൽ അത് മനസ്സ് കൊണ്ടുവരിക. എന്നിട്ട് അങ്ങനെ നടക്കണം, ഇങ്ങനെ കൊണ്ടുവരിക. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയൂല. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ എന്തായി, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് വെക്കാനുള്ള ടെക്നിക്കും പറഞ്ഞു, പഠിക്കാനുള്ള സംഭവം പറഞ്ഞു, അതുപോലെ തന്നെ ഏത് രൂപത്തിലാണ് സിമ്പിളായി പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ChatGPT, ജെമിനി ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ. ChatGPT ഉപയോഗിക്കാൻ പറ്റും. അവിടെ ഇവിടെ മലയാളം പോരാത്തതുകൊണ്ടാണ് ഞാൻ ജെമിനി പറയുന്നത്. പിന്നെ DeepSeek എന്ന് പറയുന്ന ചൈനയുടെ ആപ്പ് ഉണ്ട്, അതിപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഒന്നൊന്നര സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചാപ്റ്ററിലെ ഇന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വിഷയത്തേക്ക് വരികയാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പാഠം വായിക്കേണ്ടത് എങ്ങനെ പറഞ്ഞു. ഇനി പാഠം ഫുള്ള് വായിക്കാൻ കിട്ടും ബുദ്ധിമുട്ടുള്ളവർക്ക് സമ്മറി എടുക്കേണ്ട രൂപം പറഞ്ഞില്ലേ, ChatGPT, ജെമിനി ഉപയോഗിച്ച പോരാ. പിന്നെ എന്ത് ചെയ്തു, അതിന് പുറമെ ഇനി നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് എന്നുള്ള വിഷയം പറഞ്ഞു. എല്ലാവരോടും പറയാനുള്ളത് 5 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും, നിങ്ങൾ പഠിക്കുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന വിഷയത്തിന്റെ 5 ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായി നോക്കണം. 10 കഴിയുന്നവർ എന്തായാലും അത് നോക്കുക. ചുരുങ്ങിയത് 5 നിർബന്ധമായിട്ടും. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ പരീക്ഷയുടെ മോഡൽ എക്സാം അല്ല, മെയിൻ എക്സാമിൻ്റെതായിട്ട് നടന്നു പോയ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. കാരണം എന്താ പറയുക, ഈ ക്വസ്റ്റ്യനുകൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. പല ക്വസ്റ്റ്യനും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവാം. അത് ചോദിക്കാഞ്ഞാൽ പരീക്ഷയുടെ വാല്യൂ ഇടിയാൻ വരെ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാം. ഈ ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. ഈ പരീക്ഷകൾ പിറ്റത്തെ പരീക്ഷയ്ക്കെങ്കിലും വരാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ നിർബന്ധമായിട്ട് നോക്കി വെക്കും. അത് നല്ല രീതിയിൽ ഉപകരിക്കും. മാത്രമല്ല ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ കൂടിയാണ്. നമ്മൾ വളരെ പരീക്ഷകളിൽ പോയി ഭയങ്കര പേടിയുണ്ടാവും, പലർക്കും വിയർക്കാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടെൻഷൻ വല്ലാതെ കയറാറുണ്ട്. ഇപ്പൊ പഠിച്ച ആ സമയത്ത് കിളി പോയ അവസ്ഥയായിരിക്കും, എന്താ മനസ്സിലേക്ക് വരുന്നത് പോലെ അറിയാത്ത ആളുകളുണ്ടാവും. അപ്പൊ അവരോട് ചില കാര്യങ്ങൾ പറയാണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഉറപ്പാണ് പരീക്ഷയ്ക്ക് ജയിച്ചിരിക്കും, നല്ല മാർക്കും കിട്ടിയിരിക്കും. ഫുൾ A+ന്റെ കാര്യമല്ല പറയണേ, നല്ല മാർക്ക് കിട്ടാൻ ഉറപ്പായിട്ട് അത് മതി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ക്വസ്റ്റ്യന് നോക്കിയിട്ട് അതിന് ഉത്തരം കണ്ടെത്താനൊക്കെ എന്താ ചിലപ്പോൾ നടക്കുമോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന് ഉത്തരം ചിലപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാൻ, ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാറുണ്ട്. ഇനി അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി, ഏത് ചാപ്റ്ററിൽ നിന്നാണോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ചാപ്റ്റർ കൊടുക്കുക. ചാപ്റ്റർ എന്ത് ചെയ്യുക, ജെമിനിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പുറത്ത് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, വല്ല കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ആ ഗൂഗിൾ ലെൻസ് വെച്ച് സ്കാൻ ചെയ്തിട്ടാൽ മതി ടെക്സ്റ്റ്, അല്ലെങ്കിൽ വോയിസ് ഇട്ട് പറഞ്ഞു കൊടുത്താൽ ടെക്സ്റ്റ് ചെയ്ത് വരും. എഴുതി കൊടുക്കുക, എന്താ വെച്ചാൽ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ചാപ്റ്റർ ഇട്ട് കൊടുത്തിട്ട് അതിന് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക. ഈ ക്വസ്റ്റ്യന് ഉത്തരം ഇതിൽ എവിടെയാണ് പറയുന്നത് ചോദിച്ചാൽ ഉത്തരം കൃത്യമായിട്ട് എടുത്തുതരും. നിങ്ങൾക്ക് എന്ത് പണിയാണ്. അപ്പൊ ഇതിൻ്റെ ചെറിയ പരീക്ഷയുടെ എക്സാം എഴുതാണ്, എനിക്ക് അതിന് വേണ്ട രൂപത്തിൽ ഉത്തരമാക്കി തരുമോ വെച്ചാൽ നിങ്ങളെങ്ങനെ ഉത്തരം എഴുതേണ്ടത് എന്ന് വരെ പറഞ്ഞുതരും. ഇനി അപ്പം ചെയ്തു, ചാപ്റ്റർ നോക്കേണ്ടത് എങ്ങനെ പറഞ്ഞു, ക്വസ്റ്റ്യനുകൾ നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പോലും, ചാപ്റ്റർ പഠിക്കണ്ടെന്നല്ല, പഠിക്കണം. അതിന് നിങ്ങൾക്ക് ഇനി ഒരു നിലക്ക് സമയമില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ ജയിച്ചിരിക്കും. കാരണം ഇതിലല്ലാത്തൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാമല്ല.
അതല്ലാത്ത ചോദിക്കുക, അത്രയും വാല്യൂ ഉള്ള ക്വസ്റ്റ്യനുകൾ അവർ ചോദിക്കുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ വേണ്ടിയിട്ട്, ആ ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യനുകൾ എങ്ങനെ പഠിക്കേണ്ടത് പറഞ്ഞു, അതിന് ഉത്തരം എങ്ങനെ കണ്ടെത്താന്ന് പറഞ്ഞു. മനസ്സിലായോ? ഉത്തരം കണ്ടെത്തേണ്ടത് എങ്ങനെ പറഞ്ഞു. ഇനി പഠിക്കുമ്പോൾ നിങ്ങൾ സമയം ഷെഡ്യൂൾ ചെയ്യണം. ആകെ 20 ദിവസമേ ഉള്ളൂ. ആ 20 ദിവസത്തിൽ നിങ്ങൾ ഒരു ചാപ്റ്റർ നോക്കാൻ എത്ര സമയം എടുക്കുന്നു നിങ്ങൾക്ക് ധാരണ ഉണ്ടോ? ഒരു 1-1.5 മണിക്കൂർ എന്തായാലും ഒരു ചാപ്റ്റർ ഇരിക്കേണ്ടി വരും, തീർന്നു കിട്ടാൻ, വായിച്ച് തീർക്കാൻ തന്നെ. അപ്പൊ അങ്ങനെ ചാപ്റ്റർ തീരെ നോക്കാത്തവരുണ്ടെങ്കിൽ അത് എനിക്ക് പറയാനുള്ളത്, ചില പരീക്ഷയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഒരു പരീക്ഷയ്ക്ക് തന്നെ ചിലപ്പോൾ 2-3 ദിവസം ഗ്യാപ്പ് ഉള്ളതാണെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഗ്യാപ്പില്ലാത്ത ചില വിഷയങ്ങളുണ്ടോ? അപ്പോൾ ഇന്ന് പരീക്ഷ, നാളെയും പരീക്ഷ, അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള പരീക്ഷയാണെങ്കിൽ അത് തീരെ ഗ്യാപ്പില്ലാത്ത വിഷയങ്ങളാണ്. അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം എടുത്തു വെക്കുക, അത് പെട്ടെന്ന് നോക്കി തീർക്കുക. അതിൽ ഏറ്റവും ആദ്യത്തെ പരീക്ഷ ഏതാ വരുന്നത്, ആ പരീക്ഷൻ്റെ ഇപ്പം നിങ്ങൾ നോക്കണ്ട. ആദ്യം പരീക്ഷ വരുന്ന വിഷയം ഭയങ്കര ടഫാണെങ്കിൽ അത് എടുത്തോളൂ. അതല്ല, ടഫൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നതാണ് എങ്കിൽ ആ പരീക്ഷൻ്റെ നിങ്ങളിപ്പോൾ നോക്കേണ്ട. നിങ്ങൾ എന്താ നോക്കേണ്ടത്, നിങ്ങൾക്ക് ഗ്യാപ്പില്ലാതെ നോക്കേണ്ട വിഷയങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ, പരീക്ഷയ്ക്കിടയിൽ ഗ്യാപ്പില്ലാതെ വരുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നോക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പരീക്ഷയ്ക്കിടയിൽ ഒരു നിലക്കും ഗ്യാപ്പില്ലാത്ത രൂപത്തിൽ ഉള്ള വിഷയങ്ങൾ പ്രത്യേകം എടുത്തു നോക്കിയിട്ട് അത് പെട്ടെന്ന് വായിച്ച് തീർക്കാം. ഓക്കെ ആണല്ലോ? അത് വായിച്ച് തീർക്കുമ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രത്യേകം എഴുതി വെക്കണം പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ചാപ്റ്റർ എടുത്ത് നോക്കൂല, ഒരിക്കലും നോക്കൂല. ആ സമയത്ത് ഞാൻ പറഞ്ഞ കോഡുകൾ വെച്ചിട്ടുള്ള രൂപത്തിൽ എഴുതി നിങ്ങൾ നീട്ടി വലിച്ച് എഴുതണ്ട. ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, നെഹ്റു, ഇന്ന സമരം എന്നിട്ട് കൊടുത്താൽ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ചരിത്രം ഫുള്ള് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പിന്നെ ഫുള്ള് വിവരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ചെറുതായിട്ട് എഴുതിയാൽ മതി, നിങ്ങൾ വീട്ടിൽ വലിച്ച് എഴുതണ്ട. ഇനി എന്നിട്ട് വായിക്കുമ്പോൾ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, അഥവാ ഈ നമ്മൾ എഴുതി വെച്ച പോയിന്റിൽ നിന്ന് എന്തെങ്കിലും വിട്ടുപോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ വല്ല എടുത്ത് നോക്കിയാൽ മതി. നമ്മളെ മനസ്സിൽ അത് വിട്ടുപോയി തോന്നുകയാണെങ്കിൽ അപ്പം എടുത്ത് നോക്കാൻ പറ്റും. വേണമെങ്കിൽ ആ ചാപ്റ്റർ പേജ് നമ്പർ എഴുതി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, വളരെ സ്പീഡ് നോക്കുക, വളരെ വേഗത്തിൽ ചെയ്ത് തീർക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന കാര്യം. അടുത്ത് നമ്മൾ പരീക്ഷകളിലേക്ക് കയറാണ്. പരീക്ഷകളിൽ കയറുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പലരും പറയുന്ന പരീക്ഷൻ്റെ തൊട്ട് മുമ്പ് നോക്കരുത്, പാഠം നോക്കരുത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കരുത് എന്നൊക്കെയാണ്. ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണേ ആ പരീക്ഷൻ്റെ തൊട്ട് മുമ്പ് നോക്കി അതെങ്കിലും മനസ്സിൽ ഓർമ്മ നിൽക്കുന്നുള്ളതാണ്. നിന്റെ ശരി അതാണ്. ഇനി പലരും പറയണ അങ്ങനൊന്നും വേണ്ട, അത് കൂടുതൽ ടെൻഷൻ ആക്കുന്നുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ വേണ്ട, അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സമയത്ത് നോക്കിയൊക്കെ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു 5 മിനിറ്റ് നോക്കി ചില കാര്യങ്ങൾ, അപ്പോൾ ചിലപ്പം ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും, അതിന് ആൻസർക്ക് ഇങ്ങനെ ടിക്കറ്റ് പോയാൽ തന്നെ ഭയങ്കര ഉപകരിച്ച സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് നോക്കണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നോക്കണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്തായാലും ഉണ്ടല്ലോ അല്ലേ? ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, ക്വസ്റ്റ്യൻ ഫുള്ള് നോക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഫുള്ള് നോക്കിയിട്ട് അതിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എഴുതാൻ വളരെ സിമ്പിളായി തോന്നുന്ന കാര്യങ്ങളുടെ അപ്പം തന്നെ ടിക്കറ്റ് വെച്ചോളൂ, ഒരു ടിക്കറ്റ് വെച്ചാൽ മതി. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നോക്കുമ്പോൾ ആ ഭാഗങ്ങൾ പെട്ടെന്ന് എഴുതി തീർക്കാനാണ്. നമ്മൾ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ ടിക്കറ്റ് വെച്ച് ഇങ്ങനെ ക്വസ്റ്റ്യനുകൾ വായിച്ചു പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യനുകൾ അർത്ഥം മനസ്സിലാക്കാനൊക്കെ ഉപകരിക്കുന്ന സമയമുണ്ട് അല്ലേ? ആ 15 മിനിറ്റ് നമുക്ക് കൂളായിട്ട് വായിച്ച് തീർക്കാനേ ഉള്ളൂ. ആ വായിച്ച് തീർന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ആൻസർ ഷീറ്റ് കിട്ടിയാൽ ഫസ്റ്റ് നിങ്ങളെ എന്താണ് എൻറോൾ നമ്പർ, അതുപോലെ നിങ്ങളെ പേര്, നിങ്ങൾ എന്താണ് ചേർക്കേണ്ടത് അത് ഫസ്റ്റ് എഴുതി തീർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഏതാണോ അത് ഫസ്റ്റ് എഴുതാം. സിമ്പിളായിട്ട് വളരെ വിശാലമായി വ്യക്തമായിട്ട് എഴുതാൻ കിട്ടുന്ന ഉത്തരം ഏതാണോ അത് എഴുതുക. കാരണം എന്താ പറയുക, ഞാനൊക്കെ ആൻസർ ഷീറ്റ് നോക്കാറുണ്ട്. ഞാനൊക്കെ നോക്കുമ്പോൾ ചെയ്യാറുള്ള എന്താ വെച്ചാൽ, നമ്മളൊക്കെ ചെയ്യാൻ അങ്ങനെ, നമ്മളെ മെൻറ്റാലിറ്റി അതാണ്, മനസ്സിൻ്റെ ഒരു സൈക്കോളജിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നല്ല ഉഷാറായി ഒരു ഉത്തരം എഴുതി. ആ ഉത്തരത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒരു അടിവര എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ ആ രൂപത്തിലേക്ക് നിങ്ങൾ എഴുതിയതാണ് എങ്കിൽ അത് വായിക്കുമ്പോൾ അധ്യാപകൻ്റെ മനസ്സ് വല്ലാതെ കുളിരാവും. അപ്പോൾ അയാൾ കരുതും ഇയാൾ നല്ല പഠിച്ച ഒരാളാണ്. നിങ്ങൾ അതിൻ്റെ ശേഷമുള്ള ഉത്തരങ്ങളിൽ പോലും ഒരുപാട് പേവുണ്ടെങ്കിൽ പോലും അയാൾ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നോക്കുക. നിങ്ങൾ അടുക്കൽ ഒരാൾ നല്ല വൃത്തിയിലും നല്ല മട്ടത്തിലും നല്ല ഉഷാറായിട്ട് വന്നിരുന്നു, നിങ്ങളെ ഫസ്റ്റ് അയാളെ കാണുന്ന അയാൾ ആ ഒരു ചിത്രം തന്നെ ആയിരിക്കും. നിങ്ങൾ അയാളെ ഒരു വലിയൊരു വൃത്തിയില്ലാത്ത വസ്ത്രത്തിൽ വന്നാൽ പോലും നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് അതായിരിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനാണ് പറയണേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഏറ്റവും നല്ല ഉഷാറായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുന്ന വിഷയമാണ്, ഉത്തരമാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ
ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം ചെലവഴിക്കാൻ കഴിയുന്നുള്ള കൃത്യമായ ധാരണ വേണം. ചില ആൾക്കാരുണ്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് 15 മിനിറ്റ് ഒക്കെ അങ്ങനെ ആലോചിച്ചിരിക്കണേ. എന്താ കൊണ്ട് കിട്ടാനുള്ളത്? ഒരു ക്വസ്റ്റ്യന്റെ നിങ്ങൾക്ക് കിട്ടൂലേ വിട്ടുപോകാം. ആ 15 കൂൾ ഓഫ് ടൈമിൽ വേണമെങ്കിൽ നോക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നോക്കുക, ചിന്തിച്ചു വെക്കുക. എന്തെങ്കിലും ഒരു ഓർമ്മയിൽ നിൽക്കുന്ന പേര് എപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു ഓർമ്മ വെക്കണം, എന്തെങ്കിലും ഒരു കോഡ് ഇട്ട് കൊടുക്കുക. ഫുൾ എഴുതി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ അവിടുന്ന് എന്ത് ചെയ്യും, പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ എഴുതണ്ട, ഒരു കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിച്ചാലും മതി, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും ഒരു റാഹത്തായിട്ട് എഴുതാൻ പറ്റുന്നത് എഴുതാം. ഒരു ക്വസ്റ്റ്യന് ചുരുങ്ങിയത് 1 മിനിറ്റ് ചിലവാക്കേണ്ട ആൻസർ ആണെങ്കിൽ അത്ര ചിലവാക്കിയാൽ മതി. 1 മിനിറ്റിന്റെ ക്വസ്റ്റ്യൻ ഒരു ചെറിയ ഷോർട്ട് ആൻസർ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ചുരുങ്ങിയ നിങ്ങൾ 1 മിനിറ്റ് ചിലവഴിക്കാൻ പാടുള്ളൂ. ഏറി വന്നാൽ 2 മിനിറ്റ്, അതിൻ്റെ അപ്പുറം പോകാൻ പാടേ പാടില്ല. നിങ്ങൾ അത് വഹിച്ചിട്ടോളൂ. നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ 29ാമത്തെ ആൻസറേ അറിയുള്ളൂ, 29 ഇട്ട് എഴുതിക്കോളി. കാരണം എന്താ, ഈ നമ്പർ ഇട്ട് തന്നെ എന്തിനാ, നമ്മുടെ സൗകര്യത്തിന് എഴുതാനല്ലേ, അല്ലെങ്കിൽ നമ്പർ ഇട്ടേണ്ട ആവശ്യമുണ്ടോ അല്ലേ? അപ്പൊ 29ാമത്തെ കിട്ടുള്ള 29 വെച്ചിട്ട് എഴുതാ, അത് ഫിനിഷ് ആക്കി എഴുതാ. അടുത്ത നിങ്ങൾക്ക് 2ാമത്തെ ഉത്തരേ കിട്ടുള്ളൂ, അത് കുറച്ച് ഉഷാറായിട്ട് എഴുതാൻ അത് എഴുതാം. നിങ്ങൾ അതേ സമയത്ത് ഇനി വേറെ കാര്യമുണ്ട്, നിങ്ങൾക്കൊരു ആൻസർ നല്ല ഉഷാറായിട്ട് എഴുതാൻ പറ്റും, അതിന് വേണ്ടി അരമണിക്കൂറൊന്നും ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ല. ആ ആൻസറിന് നിങ്ങൾ മിനിമം ചെലവഴിക്കാൻ പാടും 15 മിനിറ്റ് ടു 20 മിനിറ്റ്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ആൻസറൊക്കെ ആണെങ്കിൽ 15 ടു 20 മിനിറ്റ് ചെലവഴിക്കാൻ പാടുള്ളൂ. അതിന് മുകളിലേക്ക് നിങ്ങൾ ഒരു നിലക്കും ചെലവഴിക്കരുത്. 15 മിനിറ്റിന് ഏറെയാണ്. അപ്പം എന്താ വേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ആൻസർ എഴുതാ, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് കുറച്ച് ഒഴിവാക്കണമെങ്കിൽ കുറച്ച് ബ്ലാങ്ക് ആക്കിയിട്ട് അവിടെ ബ്ലാങ്ക് ആക്കിക്കോളി, എന്നിട്ട് അടുത്ത ആൻസർ എഴുതിക്കോളി. എന്നിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വന്നിട്ട് ഫിനിഷ് ആക്കുക. ടൈം സെറ്റായിരിക്കണം. എല്ലാവരും കയ്യിലും വാച്ച് വേണം, വാച്ചിൽ നോക്കിക്കൊണ്ടേയിരിക്കണം. ഓരോ സെക്കൻഡിന് വില ഉള്ളതാണ്. ആ വില നമ്മളെ മനസ്സിലിങ്ങനെ കൊണ്ടുവരുമാണ്. അതിന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ അങ്ങനെ ആവശ്യമില്ല, പേടിച്ച് ഇങ്ങനെ വരച്ചിട്ട് ആ ആവശ്യം ഉണ്ടാവുക. അതിനെന്താ വേണ്ടത്, കൂളായിട്ട് കൂൾ ഓഫ് ടൈം അതിനകത്ത് തന്നെ ആലോചിച്ചിരിക്കാനുള്ള സമയം തന്നാണ്, വായിക്കാനുള്ള സമയം തന്നാണ്, ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനുള്ള സമയം തന്നാണ്. ഇനി നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യന് ഇപ്പോൾ ഓറിട്ടതൊക്കെ ഉണ്ടാവും അല്ലേ, ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനിലെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായത് സെലക്ട് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. ഞാൻ പറയണത്, പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ചാപ്റ്റർ ഒന്നും ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റത്തെ 4-5 ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഫസ്റ്റത്തെ ഒരു 7 ചാപ്റ്റർ നിങ്ങൾ പിടിച്ചാൽ തന്നെ ജയിക്കാനുള്ള മാർക്ക് കിട്ടും. ഫുൾ മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഫുള്ള് നോക്കേണ്ടി വരും. ആ സമയത്ത് ഫസ്റ്റത്തെ 7-8 ചാപ്റ്റർ നോക്കിയാൽ ക്വസ്റ്റ്യനുകൾ ഒട്ടുമിക്കത് അതിൽ നിന്നാണ് വരാറുള്ളത്. അതിന് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. അവൻ എന്ത് ചെയ്തു, ടൈം സെറ്റ് ചെയ്ത് എഴുതാൻ തുടങ്ങി. എഴുതുന്ന സമയത്ത് പ്രധാനപ്പെട്ട പോയിന്റ് അടിവരയിടണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റുന്ന വിഷയം ആദ്യം എഴുതുക, നല്ല കൂളായിട്ട് എഴുതുക. അത് തന്നെ നല്ല പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നത് എഴുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഓക്കെയാണോ? ഓക്കെ അല്ലേ? അവൻ എന്ത് ചെയ്തു, ആൻസർ ചെയ്ത് കഴിഞ്ഞു തുടങ്ങി. നമ്മൾ പരീക്ഷകളിൽ കൂളായിട്ട് എഴുതി തുടങ്ങി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ ഒരു ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആൻസർ ഷീറ്റിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഒരു 2-3 ശ്വാസമൊക്കെ വിട്ടിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ, ആ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സ് റാഹത്താവാനാണ്, കുറേ ടെൻഷൻ ഫ്രീ ആവാനാണ്. ടെൻഷൻ ഫ്രീ ആകും. നമ്മൾ ഒരു 2-3 ശ്വാസം ഉള്ളിലേക്ക് നീട്ടി വലിച്ചിട്ട് ഒന്ന് മനസ്സിങ്ങനെ ഫ്രീ ആക്കി, ഞാൻ കൂളാണ്, മനസ്സിനോട് സ്വയം ഇങ്ങനെ പറയുന്നത്, അത് ഭയങ്കര സംഭവമാണ്. സെൽഫ് ടോക്ക് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണ് പറയണത്, നല്ല എഫക്റ്റാണ്. നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒരു 2-3 തവണ ചെയ്താൽ തന്നെ നിങ്ങളെ മനസ്സ് ഫ്രീ ആകും, ശരീരം ഫ്രീ ആകും, ടെൻഷൻ ഫ്രീ ആകും. നമ്മുടെ ശരീരം വിയർക്കുന്ന, വെറുതെ ടെൻഷൻ എടുത്ത് വിയർക്കുന്ന, ഞാനൊക്കെ അതിൽ പെട്ട ആളാണ്. ഈ പറയുന്നത് എനിക്കറിയാം. ഈ അനുഭവങ്ങളൊക്കെ പറയാനുള്ള കാരണം ഇതൊക്കെ ഞാൻ അനുഭവിച്ച ആളാണ്. SLCക്ക് എൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. പരീക്ഷയ്ക്ക് ഇരുന്ന സമയത്ത് ഞാൻ അടിച്ച ടെൻഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഇത്രയും പറയുന്നത്. എനിക്ക് ഇത്രയും വ്യക്തമായിട്ട് ഇത് പറയാൻ കാരണം തന്നെ ഞാൻ ഇതിനൊക്കെ ഓരോന്നിനും സൊല്യൂഷൻ അവസാനം കണ്ടെത്തി എന്നുള്ളതാണ്. ആ സൊല്യൂഷൻ അപ്പോൾ നിങ്ങളോടൊക്കെ പറയണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് പഠിക്കണം. പരീക്ഷകൾ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാത്തിനും. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഓപ്ഷൻ ഇട്ട ഓറിട്ട അല്ലാത്ത എല്ലാ ക്വസ്റ്റ്യനുകൾക്കും ഉത്തരം എഴുതണം. കാരണം എന്താ അറിയോ, ഞാനൊരു ആൻസർ ഷീറ്റ് നോക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർക്ക് ഇട്ടെന്ന് ജയിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും അതിൽ 8 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല, അതിലൊരു 2 ക്വസ്റ്റ്യനും കൂടി ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഇട്ടരേനും. ഉത്തരം തെറ്റാണെങ്കിൽ പോലും ഒരു 1/2 മാർക്കെങ്കിലും ഇട്ടരേനു. പക്ഷെ നിങ്ങൾ ഉത്തരം ചെയ്താട്ടോ എനിക്ക് എന്ത് തരാനാ പറ്റുക?
ഞാൻ വെറുതെ മാർക്കിട്ട ചോദ്യം ചെയ്യൂലേ? ഇല്ലേ? അതുകൊണ്ടാ പറയണത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത്. ലാസ്റ്റത്തെ ഓപ്ഷനാണ്, ജയിക്കാൻ പോലും സാധ്യതയില്ലാത്ത ആളുകളോട് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും അവിടെ എഴുതി വെക്കുക എന്നുള്ള, കുത്തി വരച്ചിടുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ ഇംഗ്ലീഷിൽ ഗ്രാമറൊക്കെ എല്ലാം സെറ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾക്കറിയുന്ന സിമ്പിളായ ഭാഷയിൽ അത് നിങ്ങൾക്ക് തന്നെ ഗോ ഗോ ഗോ, പോയി വീട്ടിലേക്ക് പോയി, ഗോ ടു ഹോം, സ്കൂളിലേക്ക് പോയി, ഗോ ടു സ്കൂൾ, അങ്ങനെ ഗോ വെച്ചിട്ട് തന്നെ എഴുതാൻ കാര്യമുള്ള അങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലാവണ്ടോ? ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മളെ ചരിത്രം പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ് പറയണ്ടല്ലേ, അദ്ദേഹം പോയി, അദ്ദേഹം ചെയ്തു, അദ്ദേഹം യുദ്ധം ചെയ്തു, അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ അറിയില്ലേ? അങ്ങനെ എഴുതണ്ട. നിങ്ങളത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എഴുതിയാൽ മതി. ING ഇടാതെ ഐ ഗോ, ഹി ഗോസ്, ഹി പ്ലേസ്, ഹി ഡ്രിങ്ക്സ് എന്ന രൂപത്തിൽ എഴുതിയാൽ തന്നെ അത് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് സ്വീകരിക്കുന്ന സംഭവമാണ്. അതിൽ ഗ്രാമർ മിസ്റ്റേക്കിനല്ല. എന്താ പേടിച്ചാൽ ധൈര്യമായിട്ട് എഴുതാം, മാർക്ക് 100% കിട്ടും. ഞാൻ ഇത്രയും ധൈര്യം തരുന്നത് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷിലെ ഗ്രാമർ ആലോചിച്ച് സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഗ്രാമർ നിങ്ങൾ വിഷയമാക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ ഗോ വെച്ച് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ ഗോ ഇങ്ങനെ ചെയ്തുകൊള്ളി. അതിക്ക് നിങ്ങൾക്ക് ഇനി പ്ലേ എന്നുള്ള എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകൾ ഒരുപാട് കുഴച്ച് ഓറടിപ്പിക്കണ്ട. അതിക്ക് ഇനി എന്ത് ചെയ്യുക, കമ്മിന് വിട്ടുകൊടുത്താല് അങ്ങനെ സിമ്പിൾ ആക്കിയിട്ട് എഴുതിയാൽ മതി എന്നാ പറയണേ. നിങ്ങളെ വിഷയത്തിൽ പോയിന്റ് ഉണ്ടോ, സംഭവം ഉണ്ടോ, മാർക്കുണ്ട്. ഒരു പേടിയും പേടിച്ചണ്ട. എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഒരു ചോദ്യം ഒഴിവാക്കിയാൽ ഞങ്ങൾക്ക് അതിനൊരു ഇപ്പൊ ചിലപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടാവും, ആൻസർ ചെയ്തതിനൊക്കെ മാർക്ക് ഇട്ട് കൊടുക്കണം, തെറ്റായാൽ പോലും ഇട്ട് കൊടുക്കണം നിർദ്ദേശം ഉണ്ടെങ്കിൽ. നമ്മൾ പുറത്തുള്ളവരെ അറിയില്ല, അവിടെ സർക്കാർ അവിടെ നിർദ്ദേശം വരുന്നത് വേറെ വൈക്കായിരിക്കും. പക്ഷേ നിങ്ങളൊരു ആൻസർ പോലും എഴുതിയിട്ടില്ല, എന്ത് മാർക്ക് തരാൻ പറ്റുക നിങ്ങൾ പറയും? പറ്റുമോ? ആവണ്ട പറയണേ. നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം എഴുതിയാളി. ഗ്രാമർ നോക്കണം, ചോദ്യം കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ആമീസാർ ഈസൊക്കെ അങ്ങോട്ടായത് ഇങ്ങോട്ട് ഇട്ടിട്ട് ചെറിയ ടെക്നിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചോദ്യം തന്നെ ഒരു ചെറിയ രൂപത്തിൽ ഉത്തരാക്കിയാൽ മതി. ചോദ്യം തന്നെ ചെറിയ രൂപത്തിൽ ഉത്തരാക്കിയാൽ മതി. മാർക്ക് തരാണ്ട് മിനിമം 1/2 മാർക്കെങ്കിലും ഉറപ്പായിട്ട് കിട്ടും. പിന്നെ 1 മാർക്ക് എന്തായാലും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാം. പിന്നെ പരീക്ഷ കഴിഞ്ഞ് കയ്യും കാലും കെട്ടി ഫ്രീ ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ഷീറ്റ് ഒന്നും കൂടി നോക്കുക. പലപ്പോഴും ഉണ്ടാകുന്ന വിഷയമാണ് എന്ത്, പരീക്ഷ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ഉത്തരം മാറിപ്പോയി, അല്ലെങ്കിൽ ആ ചോദ്യം വിട്ടുപോയി, അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് കഴിഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും തെറ്റാണ് ഇട്ട് കൊടുക്കുക. എവിടെ 23 23 തെറ്റിട്ട് കൊടുക്കുക, വേറെ ഇട്ട് കൊടുക്കല്ല കേട്ടോ. ആ ക്വസ്റ്റ്യൻ പോലെ വേറായി കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അടയാളം അതിന് വെച്ച് കൊടുക്കുക. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞു, ഞാൻ സംശയിക്കാൻ പാടില്ല. അപ്പം എന്തായി, നമ്മൾ പരീക്ഷ ഫുള്ള് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ ആൻസർ ചെയ്തോ ഇല്ല നോക്കാൻ പറ്റും. നമുക്കിനി ആകെ ഇനി മണിക്കൂറേ ഉള്ളൂന്നെങ്കിൽ ആ മണിക്കൂറിൽ വിട്ടുപോയ ക്വസ്റ്റ്യനുകൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തിയായിട്ട് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളു പരീക്ഷ. ഇതാണ് സംഭവം. നിങ്ങൾക്കറിയുന്ന രൂപത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കേണ്ട ഐഡിയ പറഞ്ഞു, എങ്ങനെ വായിച്ച് പാഠം തീർക്കേണ്ട പറഞ്ഞു, ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് നോക്കേണ്ടത് പറഞ്ഞു, എത്ര ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം പറഞ്ഞു, ആ ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം വരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അതിനും സൊല്യൂഷൻ പറഞ്ഞു, നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ പരീക്ഷകളിൽ പോയാൽ എന്തൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പറഞ്ഞു. കുറച്ച് പേടിണ്ടാവും. ആദ്യം പറയാണ്, ഒരു പേനയും 2 പേനയൊക്കെ നിങ്ങൾ ഒരിക്കലും പുതിയ പേന വെച്ചിട്ട് എഴുതരുത്. പുതിയ പേന വാങ്ങിയിട്ട് പരീക്ഷകളിൽ പോയി ഇരുന്ന് എഴുതരുത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അത് മഷി നല്ല ക്ലിയർ ആയിക്കോളുന്നില്ല. നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പേനയാണെങ്കിൽ അത് നമുക്കനുസരിച്ച് അടങ്ങിയ പേനയാണ്, ആ പേനയുമായി പോവാം. അപ്പോൾ മഷി എന്ത് ചെയ്തോളും, നല്ല വൃത്തിക്ക് വരുന്ന സാധനമാണത്. അങ്ങനത്തെ 2 പേന നിങ്ങൾ കയ്യിൽ വെക്കുക. അപ്പുറത്തെ ആളോട് കടം ചോദിക്കുന്ന അവസ്ഥ വരരുത്. ഇപ്പുറത്തെ ആൾ വായ്പ തരും, പേനുണ്ടോ, പെൻസിലുണ്ടോ, മായ്ക്കടപ്പറുണ്ടോ, അങ്ങനെ അവസ്ഥ ഉണ്ടാവരുത്. അപ്പം എന്ത് ചെയ്യുക, പേന കയ്യിൽ പിടിക്കുക, 2 പേന ഉപയോഗിച്ചോളൂ. ആ 2 പേനയും കുറച്ച് എഴുതി പ്രാക്ടീസ് ചെയ്ത് സംഭവമായിരിക്കണം. അത് വെച്ചാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, പരീക്ഷകളിൽ പോകുന്നു, നേരത്തെ പോകുക. ഒരു 10 ഞാൻ പറയേണ്ട ആവശ്യമില്ല, കുറച്ച് നേരത്തെ പോയിട്ട് അവിടെ ഇരിക്കുക, ഒന്ന് മനസ്സൊക്കെ ഫ്രീ ആകുക. നിങ്ങൾക്ക് നോക്കാൻ ഡൗട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ, നിങ്ങൾ മറന്നു പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ, ആ സമയത്ത് സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണത് നല്ലതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആ ആൻസർ ഷീറ്റ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ എന്ത് ചെയ്യരുത്, ചർച്ച ചെയ്യരുത്. ചർച്ച ചെയ്യണത് ശരിയാ, കുഴപ്പമൊന്നുമില്ല. എന്താ വിഷയം വെച്ചാൽ ടെൻഷനാണ് അടിച്ചു, സത്യമാണ്. പിന്നെ അത് വിട്ടുപോയി, ഇത് വിട്ടുപോയി, അതിൻ്റെ പേരിൽ അന്നത്തെ രാത്രി മൊത്തം ടെൻഷനായി. പിറ്റേന്ന് വേറെ പരീക്ഷ കിടക്കുകയാണ്. ഇവൻ ഇതിമ ടെൻഷൻ അടിച്ച് ആ പരീക്ഷയുടെ കൊളായും ചെയ്തു, പിറ്റേന്നത്തെ അതും കൊളായി.
2 പരീക്ഷ നമുക്ക് നഷ്ടം വരികയാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യരുത്, ആൻസർ കഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കും. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി, എൻ്റെ അഭിപ്രായം. കാരണം ടെൻഷൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. അത് അടിച്ച് ടെൻഷൻ അടിക്കണ പോലാണെങ്കിൽ ഇപ്പൊ പഠിക്കാത്തവർക്ക് വിഷയം ഉണ്ടാവില്ല. കാരണം അത് എഴുതിയില്ല അത്രയല്ലേ ഉള്ളൂ. ഈ പഠിക്കണവർക്കാണ് ഇതൊക്കെ എന്ത് ചെയ്യുക വിഷയമായി വരിക. അപ്പം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ എടുത്ത് നോക്കണ്ട. ആ നോക്കണതും കൂടി എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും നിർത്തി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ ചോദ്യ പേപ്പർ നോക്കുന്ന സമയത്ത് ഉത്തരം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടോ. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. ഇനി മടി പിടിക്കണോലാണെങ്കിൽ ചോദ്യങ്ങൾ ഉത്തരമെങ്കിലും എന്ത് ചെയ്യണം, ജെമിനിയിലിട്ട് മനസ്സിലാക്കിയിരിക്കണം. ജെമിനിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വായിക്കാൻ അതിൻ്റെ ഉത്തരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, കല്യാണ സൽക്കാരം മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകരുത്. 2 കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷൻ്റെ മുമ്പായിട്ട് ജീവിതകാലത്ത് മൊത്തം ചെയ്യേണ്ട 2 കാര്യമുണ്ട്. ഒന്നെന്താ അറിയാം, നോ പറയാൻ പഠിക്കുക എന്നുള്ള. മറ്റെന്താണെന്ന് അറിയാം, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ള. ഇപ്പോൾ കൂട്ടുകാരൻ പറയാം കല്യാണം ഉണ്ടല്ലോ പോരുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞോ എന്താ വിചാരിക്കുക. എങ്ങനെ പോലോട് നോ പറയാം പാടില്ല. നോ പറയേണ്ട സാഹചര്യമാണോ പറഞ്ഞിരിക്കണം. കാരണം അവൻ അവൻ്റെ സമയത്തിന് വില കണ്ടിട്ടാണ് അവൻ നിന്നെ ക്ഷണിക്കണേ. നിനക്ക് നിന്റെ സമയത്തിന് വില ഉണ്ടോ, ആ വിലക്ക് നീ നോ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അവിടെ നമ്മൾ സ്വാർത്ഥതല്ലേ കാണിക്കണേ. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സമയത്തിന്റെ വില മനസ്സിലാക്കി തീരുമാനിക്കാണ്, പ്രയോറിറ്റി കൊടുക്കുകയാണ്. ഏതാണ് മുൻഗണന കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അയാളുടെ വെറുപ്പുണ്ടായിട്ടാ അവിടെ ഓന് ഭയങ്കര ചാടിയാണ്, ഓന് ഭയങ്കര സംഭവമാണ്, ആയിക്കോട്ടെ ഓൻ എന്ത് വിചാരിക്കുന്നുള്ള ചിന്ത ഒഴിവാക്കിയാൽ. അതാ 2 പ്രശ്നം നമുക്കുള്ളത്. നമ്മളെ പരീക്ഷക്കായാലും ഇവിടെ എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ഇരിക്കണം. അവരെന്തോ വിചാരിക്കട്ടെ, അത് വിട്ടുകളാം. മറ്റൊന്നെന്താണ്, എങ്ങനെ നോ പറയാന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിന് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ 2 കാര്യം നിങ്ങൾ ലൈഫ് ലോങ് ചെയ്യേണ്ട കാര്യമാണ്. തീരുമാനം എടുക്കുന്ന വിഷയത്തിലാണ് ആളുകൾക്ക് മാനം പോണ 2 വിഷയം, മാനം പോണ 2 കാര്യത്തിലാണ് അത് തീരുമാനം എടുക്കുന്നത്. അത് ചിലപ്പോൾ നല്ലതിനാവുമ്പോൾ മാനം ഉയർന്നു പോകും, മോശപ്പെട്ടതാണെങ്കിൽ മാനം കീപ്പെട്ട് പോകും. അപ്പോൾ തീരുമാനം എടുക്കുന്നിടത്ത് നമുക്ക് വേണ്ട കാര്യമാണ് നോ പറയാൻ പഠിക്കുക. അതുപോലെ മറ്റുള്ള എന്ത് വിചാരിക്കുന്നുള്ളതും ഒഴിവാക്കി തീർക്കാനുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. പടച്ച റബ്ബിൻ്റെ ഖജനാവ് വിശാലമാണ്. പടച്ച റബ്ബ് നമുക്ക് കരുതിയാൽ എന്തും തരാൻ കഴിവുള്ള ഒരാളെ വിശ്വസിക്കുന്നവരാണ്. ആ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സ് കുടിച്ചാവാഞ്ഞാൽ മതി. പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, നല്ല രീതിയിൽ പരിശീലിക്കുക. ഒപ്പം പടച്ച റബ്ബിൻ്റെ ഖജനാവ് വിശാലമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ കരുതിയാൽ എന്തു തരാൻ കഴിവുള്ളതാണ് മനസ്സിലാക്കിയിട്ട് ദുആ ചെയ്യാം. ദുആ ചെയ്തോളൂ, പരിഹാരമുണ്ട്. നീക്കിനി മാനസിക ബുദ്ധിമുട്ടുണ്ടോ, ദുആ ചെയ്തോളൂ, പരിഹാരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിന് ഒരു കുളിര് തരും, സത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സെൽഫ് ടോക്കാണത്. മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെ നമ്മളെന്ത് ചെയ്യരുത്, പഠിച്ചവനെ അങ്ങനെ എങ്ങനെയെന്നല്ല, ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു നോക്കി മനസ്സിൽ നിന്ന് ഭാരം ഇങ്ങനെ ഇറങ്ങിപ്പോണാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അപ്പം ഇനി ടെൻഷൻ ഉണ്ടാവുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ പോലുള്ള ആപ്പുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കാതെ അതിൽ വീഡിയോസ് കാണുന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് തിരിയുക. അതിലേക്ക് എന്ത് ചെയ്യുക, ആദ്യം ആ ആപ്പുകളൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ആക്കുക. കുറച്ച് തൻ്റെ ഇടമാണ് കേട്ടോ. ആ ആപ്പുകളൊക്കെ ഒന്ന് ഫോണിൽ അൺഇൻസ്റ്റാൾ ആക്കിയിട്ട് പരീക്ഷ കഴിഞ്ഞാലേ ഞാനിത് ഇൻസ്റ്റാൾ ആക്കൂ എന്ന് ഉറച്ച് വിശ്വസിച്ച് തീരുമാനം എടുത്തിട്ട് ആണ് ഇറങ്ങിത്തിരിക്കും. ഉറപ്പാണ്, ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും പരീക്ഷയിൽ വിജയിക്കും. റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.